അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തഗ്ളബു വലക്കൽ ജന്ന. നിങ്ങൾ കോപിക്കരുത്. അങ്ങനെ കോപിക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ എത്തിക്കഴിഞ്ഞാലും നമ്മളോടൊപ്പം താമസിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ വീട്ടിലുള്ളതായ അഹലുകാർ എന്തെങ്കിലും ചെറിയ വാക്കുപിഴവിൻ്റെ കാരണം കൊണ്ട് പരസ്പരം കോപ്പിക്കുന്നതായൊരു സ്വഭാവ രീതി നമ്മൾക്ക് ഉണ്ടാകരുത്. അങ്ങനെ കോപം വരുന്ന സാഹചര്യത്തിൽ ഒളു എടുക്കുകയും അതുപോലത്തെ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ക്ഷമയോടുകൂടെ കൈകാര്യം ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അങ്ങനെ കോപങ്ങളില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗമുണ്ടെന്നാണ് ലോകനേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ അറിയുമോ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൽ മുഅ്മിനു ലൈസ ബിഹഖൂദ്. സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പകയുള്ളവനല്ല. ജീവിതത്തിൽ അയൽവാസികൾ അല്ലെങ്കിൽ നാട്ടുകാരിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ഉയരുന്ന സമയത്ത് നമ്മൾക്ക് സ്വാഭാവികമായിട്ട് പക മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതാണ്. അതൊരു സത്യവിശ്വാസിയായ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ പെട്ടതല്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അറിയുമോ, അൽ ഹസദ് യഅ്കുലുൽ ഹസനാതി കമാ തഅ്കുലുൻ നാറുൽ ഹതബ. തീ വിറക് തിന്നുന്നത് പോലെ അസൂയ നന്മകളെ തിന്നുകളയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉയരമുള്ളതായ സ്ഥലത്തേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാലും പരസ്പരം അസൂയ വെച്ച് നടക്കുന്ന ജനങ്ങളായി പോകരുത് എന്നുള്ളതാണ്. അസൂയ എന്നുള്ളത് നമ്മളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും സ്വാഭാവികമായി നമ്മളുടെ ജീവിതത്തിൽ ചെയ്തതായ നന്മകളെയാണ് അത് നശിപ്പിച്ച് കളയുന്നത്. അതുകൊണ്ട് തന്നെ അസൂയകളൊന്നും ഇല്ലാതെ, പകയൊന്നുമില്ലാതെ, കോപങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. റബ്ബ് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സലാസുൻ മുഹ്ലിക്കാത്ത്, 3 നാശകാരികൾ. എന്താണ് ഈ 3 നാശകാരികളായ ആളുകളെ കുറിച്ചിട്ട് പറഞ്ഞത്? അതിൽ ഒന്നാണ് ഹവൻ മുത്തബഅ്, രണ്ടാമത്തത് വശുഹുൻ മുതാ, അതേപോലെ തന്നെ മൂന്നാമത്തതാണ് വഇജാബുൽ മർഇ ബിനഫ്സിഹി. ഒന്നാമതായി പറഞ്ഞത് ദേഹേച്ഛയെ പിന്തുടരുക എന്നുള്ളതാണ്. നമ്മളുടെ ശരീരത്തിനക്ക് ഇഷ്ടപ്പെട്ടതായ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നശിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. രണ്ടാമതായി പറഞ്ഞതാണ് പിശുക്കിനെ അനുസരിക്കുക എന്നുള്ളത്. പിശുക്ക് തരം കാണിച്ചുകൊണ്ട് നമ്മൾക്ക് അല്പസ്വല്പം മാത്രമാണ് സമ്പാദ്യമുള്ളതെങ്കിലും അതിൽ നിന്ന് അല്പമെങ്കിലും ഒന്ന് ദാനം ചെയ്യാൻ, ധർമ്മം നൽകാൻ നമ്മളെ കൊണ്ട് കഴിയണം. ആ ഒരു മനസ്ഥിതി നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിശുക്കിനെ അനുസരിക്കുന്നതായ ഒരു സ്വഭാവ രീതിയും അത് നമ്മൾക്ക് വലിയൊരു നാശത്തിനിടയാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാണ് ഉൾനാട്യം എന്നുള്ളത്. അപ്പം നമ്മൾക്ക് കിട്ടിയിരിക്കുന്നതായ അനുഗ്രഹങ്ങളിൽ വെച്ചുകൊണ്ട് ഉൾനാട്യം നമ്മൾ കാണിക്കാൻ പാടുള്ളതല്ല.